സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന റീലുകൾ നമ്മൾ ഇങ്ങനെ മാറി മാറി ഓരോ സീസണിലും മാറി മാറി കാണാറുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും വിഷുക്കാലത്ത് സ്ഥിരമായി വരുന്ന ഒരു റീലായിരുന്നു ഒരു പടക്കം വയ്ക്കുന്ന ഒരു റീലും അവിടെ മറിഞ്ഞു വീഴുന്ന ഒരു ചേട്ടനുമൊക്കെ. പലപ്പോഴും നമ്മളെല്ലാവരും ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി പൊട്ടിച്ചിരിക്കുന്ന ഒരു റീല് അതിൻ്റെ ആ ഒരു രീതിയെ മാറിയത്, അന്ന് പിന്നെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു റീലായി മാറിയത് വാഴ 2 സിനിമ പുറത്തു വന്നതിന് ശേഷമാണ്. വാഴ 2 സിനിമ കണ്ടിട്ടുള്ള എല്ലാവരും, ഞാനും നിങ്ങളുമൊക്കെ ഒരേപോലെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഈ വിഷു ദിവസം പടക്കം പൊട്ടിച്ച് റോഡിൽ ഉരുണ്ട് വീഴുന്ന ആ ചേട്ടൻ ആരായിരിക്കും, എവിടെയാണ്, ആ ചേട്ടൻ എന്ത് സംഭവിച്ചു, ഇപ്പോൾ ഉണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും. യഥാർത്ഥ സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സൃഷ്ടിച്ച ആ രംഗത്തിൽ മലയാളികളുടെ പ്രിയതാരം ബിജുക്കുട്ടനാണ് അഭിനയിച്ചത്. ഇപ്പോൾ ബിജുക്കുട്ടൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അത് ബിജുക്കുട്ടൻ കുറിച്ചിരിക്കുന്നു, ആ പോസ്റ്റിൽ ആ സീനിൽ അദ്ദേഹം ആരെയാണോ അനുകരിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാപാത്രം അദ്ദേഹത്തെ നേരിട്ട് കാണാൻ എത്തിയിരിക്കുകയാണ്. ഷിബിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഷിബിൻ ചേട്ടൻ മാത്രമല്ല, ഒപ്പം ഭാര്യ ഉണ്ടായിരുന്നു, ഭാര്യയുടെ കൂട്ടുകാരി ഉണ്ടായിരുന്നു, മകളുണ്ടായിരുന്നു. വാഴ 2 സിനിമ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ആശ്വാസം തോന്നി എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയത് എന്നാണ് ബിജുക്കുട്ടൻ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മകൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനിയൻ എടുത്ത് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അന്ന് ഈ അച്ഛൻ വീഴുന്നത് കണ്ട മകൻ അച്ഛനെന്തോ പറ്റിയെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി. അത്രയും സങ്കടത്തോടെ തൻ്റെ മകനെ താൻ പിന്നീട് അതുവരെ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ആ വീഡിയോ വൈറലായി. വീഡിയോ പോസ്റ്റ് ചെയ്ത ആൾ പോലും വിചാരിച്ചാണല്ലോ അത്രമാത്രം റീച്ചിലേക്ക് അത് പോവുകയായിരുന്നു. എല്ലായിടത്തും അദ്ദേഹം ഈ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര വിഷമം തോന്നിയിരുന്നു. ഒരു ഫംഗ്ഷന് പോകാൻ പറ്റില്ല, ആളുകളെ അഭിമുഖീകരിക്കാൻ പറ്റില്ല. കാരണം പലരും ചോദിക്കും, അന്ന് ആ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നോ, പടക്കം ഇത്ര പേടിയാണോ എന്നൊക്കെ നിസ്സാരമായിട്ട് ഇത് കണ്ട് രസിച്ചവർ ചോദിക്കുമ്പോൾ ഈ ഷിബിൻ ചേട്ടന് വളരെ വിഷമം തോന്നിയിരുന്നു. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ജീവൻ ഒടുക്കുന്നതിനെ കുറിച്ച് വരെ താൻ ചിന്തിച്ചു പോയിട്ടുണ്ട് എന്നാണ് ഷിബിൻ ചേട്ടൻ പറയുന്നത്. എല്ലാ വിഷുക്കാലം വരുമ്പോഴും ആ വീഡിയോ കണ്ട് നമ്മളൊക്കെ ചിരിക്കുമെങ്കിലും ആ ഓർമ്മ, ആ വീഡിയോ വരുമല്ലോ എന്നുള്ള ആ ഒരു ടെൻഷൻ തനിക്ക് പലപ്പോഴും വല്ലാത്ത മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഷിബിൻ ചേട്ടൻ പറഞ്ഞത്. പക്ഷേ സിനിമ കണ്ടിറങ്ങിയ അദ്ദേഹത്തിൻ്റെ മകൻ അവൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് വിളിച്ച് അച്ഛനും എന്തായാലും സിനിമ പോയി കാണണമെന്ന് പറഞ്ഞു. സിനിമ കണ്ടതിന് ശേഷം വളരെ സന്തോഷത്തിലാണ്. ഇത്രയും കാലം കൊണ്ടു നടന്ന പേടിയും ടെൻഷനും ഒക്കെ പോയി. ആ വീഡിയോയിലൂടെ ആളുകൾ കണ്ടതിനപ്പുറത്തേക്ക് അവിടെ സംഭവിച്ചത് അതുപോലെ സ്ക്രീനിൽ കണ്ടപ്പോൾ വല്ലാത്ത ആശ്വാസം തോന്നി എന്നാണ് ഷിബിൻ പറഞ്ഞത് എന്ന് ബിജുക്കുട്ടൻ കുറിച്ചിരിക്കുന്നു. എന്തായാലും ബിജുക്കുട്ടൻ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ, അല്ലെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം. ലോകത്തെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വിഷുദിന ആശംസകൾ. വാഴ 2 സിനിമ കണ്ടിട്ടുള്ള എല്ലാ മലയാളികളും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഷു ദിവസം പടക്കം പൊട്ടിച്ച് റോഡിൽ വീഴുന്ന ആ ചേട്ടൻ ആരാണ്, എവിടെയാണ്, എന്ത് സംഭവിച്ചു എന്നൊക്കെ. ഈ സിനിമയുടെ എഴുത്തുകാരൻ വിപിൻ ദാസിനും ഇതിന്റെ സംവിധായകൻ സവിനും സോഷ്യൽ മീഡിയയ്ക്കും നമുക്ക് ആർക്കും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഭാര്യയുടെ കൂട്ടുകാരിയും മകളും എന്നെ കാണാൻ വീട്ടിൽ വന്നിരുന്നു. വാഴ 2 സിനിമ കണ്ടു എന്നും കണ്ടപ്പോൾ ഒരുപാട് ആശ്വാസം തോന്നി എന്നും പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയത്. ആ വീഴ്ചയ്ക്കപ്പുറത്തേക്ക് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം അതുപോലെ ഞങ്ങൾ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എൻ്റെ മകൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അനിയൻ തന്നെ എടുത്ത് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണത്. അന്ന് ഞാൻ വീഴുന്നത് കണ്ട എൻ്റെ മകൻ എനിക്കെന്തോ ആപത്ത് സംഭവിച്ചു എന്ന് കരുതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു, എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി. അത്രയും സങ്കടത്തോടെ എൻ്റെ മകനെ ഞാൻ അതുവരെ കണ്ടിട്ടില്ല. പിന്നീട് ഈ വീഡിയോ വൈറലായി. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ബിജുക്കുട്ടൻ കുറിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മളും ആ വീഡിയോ കാണുന്നത് വരെ, ആ സിനിമയിൽ അങ്ങനെ ഒരു സീനുണ്ട് എന്നൊക്കെ കാണുന്നതിന് മുന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിരുന്നു. പോയി കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് വിഷമം, ശരിയാണ്, ഇങ്ങനെ ഒരാൾ വീണ് കഴിഞ്ഞാൽ അത് വേദനിപ്പിക്കുന്ന, നമുക്കൊക്കെ അതൊരു രസകരമായ വീഡിയോ, അല്ലെങ്കിൽ അതൊരു അഭിനയമായിരുന്നില്ലല്ലോ, ശരിക്കും ഒരു ഒറിജിനാലിറ്റി ഉള്ള സംഭവം തന്നെയാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് എത്രമാത്രം വേദന ഉണ്ടാക്കിയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മൾ ചിന്തിക്കണമെങ്കിൽ വാഴ 2 എന്ന സിനിമ വേണ്ടി വന്നു. അത് തന്നെയാണ് വാഴ 2 എന്ന സിനിമയുടെ വിജയം. വാഴ 2 എന്നുള്ള സിനിമയുടെ ഒരു പ്രൊമോഷൻ അല്ല, അതിൽ പല പോയിന്റ്സിലും നമ്മുടെ ജീവിതവുമായി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീനുകളുണ്ട് എന്നുള്ളത് അത് കണ്ടവർക്ക് എല്ലാവർക്കും നന്നായി അറിയാം. എന്തായാലും ഷിബിൻ ചേട്ടൻ ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ എനിക്ക് പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ ഒന്നും അദ്ദേഹത്തെ കാണണമെന്ന് തോന്നിയിരുന്നില്ല. പക്ഷെ വാഴ 2 കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരാൾ എവിടെയാണ് ഉണ്ടാകുമോ, അദ്ദേഹം എവിടെ ഉണ്ടായിരിക്കും, ഇങ്ങനെയൊക്കെ ഞാനും ചിന്തിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹം നേരിട്ട് വന്നു എന്നുള്ള ബിജുക്കുട്ടൻ്റെ പോസ്റ്റ് കണ്ടപ്പോൾ നമുക്കും ഒരുപാട് സന്തോഷം. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സമാധാനം കിട്ടിയെന്നറിയുമ്പോൾ അതിലേറെ ആശ്വാസവും തോന്നുകയാണ്. ഇനി അടുത്ത വിഷുക്കാലത്തൊന്നും അത്തരം ആ ഒരു വൈറൽ റീൽ പ്രചരിക്കില്ല എന്ന് തന്നെ, ഇത്തവണ നമ്മൾ അധികം ഒന്നും കണ്ടില്ല, പ്രചരിക്കില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ.